അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തൻ്റെ ഒന്നാം ഭരണകാലത്തിൻ്റെ മുഖമുദ്രയായിരുന്ന അബ്രഹാം ഉടമ്പടി വീണ്ടും സജീവമാക്കിക്കൊണ്ട് പശ്ചിമേഷ്യയിൽ ഒരു പുതിയ രാഷ്ട്രീയ നയതന്ത്ര പുനഃക്രമീകരണത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. ഇറാൻ യുദ്ധത്തിൽ നിന്നുള്ള ഒരു സുരക്ഷിത എക്സിറ്റ് റൂട്ടായും പ്രാദേശിക സുസ്ഥിരതയ്ക്കുള്ള ഏക മാർഗമായും ട്രംപ് ഈ ഉടമ്പടിയെ മുന്നോട്ട് വയ്ക്കുമ്പോൾ പാകിസ്ഥാൻ തങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നയതന്ത്ര പ്രതിസന്ധിയിലാണ് ചെന്ന് പെട്ടെത്തിയിരിക്കുന്നത്. ഇസ്രയേലും അറബ് മുസ്ലിം രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര സാമ്പത്തിക പ്രതിരോധ ബന്ധങ്ങൾ സാധാരണ നിലയിലാക്കാൻ ലക്ഷ്യമിട്ട് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ രൂപീകരിച്ച ചരിത്രപരമായ കരാറുകളാണ് അബ്രഹാം ഉടമ്പടി. ഡൊണാൾഡ് ട്രംപ് തൻ്റെ ഒന്നാം ഭരണകാലത്ത്, അതായത് 2020 സെപ്റ്റംബർ 15 വൈറ്റ് ഹൗസിൽ വെച്ച് ഈ കരാറിൻ്റെ ആദ്യഘട്ട പ്രഖ്യാപനം നടത്തുന്നത്. ഇസ്രയേലുമായി ഔദ്യോഗികമായി ബന്ധം സ്ഥാപിക്കാൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ബഹ്റൈനുമാണ് ആദ്യമായി ഈ കരാറിൽ ഒപ്പുവെക്കുന്നത്. തുടർന്ന് മൊറോക്കോ, സുഡാൻ തുടങ്ങിയ രാജ്യങ്ങളും ഈ സഖ്യത്തിൻ്റെ ഭാഗമായി മാറി. 2025 മധ്യേഷ്യൻ രാജ്യമായ കസാഖിസ്ഥാനും ഈ ഉടമ്പടിയുടെ വഴി സ്വീകരിക്കുകയുണ്ടായി. 1979 ഈജിപ്തും 94 ജോർദാനും ഇസ്രയേലുമായി കരാറുണ്ടാക്കിയതിനു ശേഷം ആദ്യമായിട്ടാണ് മറ്റ് പ്രമുഖ അറബ് രാജ്യങ്ങൾ ഇസ്രയേലിനെ ഒരു പരമാധികാര രാജ്യമായി അംഗീകരിക്കാൻ തയ്യാറാക്കുന്നത് എന്നത് ഈ ഉടമ്പടിയുടെ ചരിത്ര പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നതായിരുന്നു. ഈ ഉടമ്പടി നിലവിൽ വന്നതോടെ പശ്ചിമേഷ്യയിലെ ഭൗമ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങളാണ് പ്രകടമായത്. പതിറ്റാണ്ടുകളായി ശത്രുതയിലായിരുന്ന രാജ്യങ്ങൾ പരസ്പരം എംബസികൾ തുറക്കുകയും അംബാസഡർമാരെ നിയമിക്കുകയും ചെയ്തു. ടൂറിസം, സാങ്കേതികവിദ്യ, വ്യോമയാനം, വ്യാപാരം എന്നീ മേഖലകളിൽ കോടിക്കണക്കിന് ഡോളറിൻ്റെ നിക്ഷേപങ്ങളാണ് ഇസ്രയേലും ഗൾഫ് രാജ്യങ്ങളും തമ്മിൽ ഇപ്പോൾ നടക്കുന്നത്. സാമ്പത്തിക നേട്ടങ്ങൾക്ക് പുറമെ മിഡിൽ ഈസ്റ്റിൽ ഇറാൻ ഉയർത്തുന്ന സൈനിക രാഷ്ട്രീയ ഭീഷണികളെ ഒന്നിച്ച് നേരിടുക എന്ന തന്ത്രപ്രധാനമായ സുരക്ഷാ സഖ്യം കൂടിയാണ് ഇതിലൂടെ രൂപപ്പെട്ടത്. ഇസ്രയേലും അറബ് മുസ്ലിം രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര സാമ്പത്തിക പ്രതിരോധ ബന്ധങ്ങൾ സാധാരണ നിലയിലാക്കുവാൻ ലക്ഷ്യമിട്ട് നിലവിൽ ഹോർമുസ് കടലിടുക്ക് അടച്ചതിനെ തുടർന്നുണ്ടായ ആഗോള ഊർജ്ജ പ്രതിസന്ധിക്ക് പരിഹാരമാകുന്ന തരത്തിൽ യുദ്ധം അവസാനിക്കുന്നത് പാകിസ്ഥാന് അനുകൂലമാണെങ്കിലും ഇതിനായി നൽകേണ്ടി വരുന്ന വില അവരുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒന്നാണ്. സമാധാന ചർച്ചകളിൽ തങ്ങളും ഒരു പ്രധാന പങ്കാളിയാണെന്ന് അവകാശപ്പെടുന്ന ഇസ്ലാമാബാദിന് ട്രംപിൻ്റെ പുതിയ പദ്ധതിയോട് സഹകരിക്കണമെങ്കിൽ ഇസ്രയേലിനെ ഒരു പരമാധികാര രാഷ്ട്രമായി അംഗീകരിക്കേണ്ടി വരും. സ്വതന്ത്ര ഫലസ്തീൻ രാജ്യം യാഥാർത്ഥ്യമാകാതെ ഇസ്രയേലുമായി യാതൊരു വിട്ടുവീഴ്ചയ്ക്കുമില്ലെന്ന പതിറ്റാണ്ടുകളായുള്ള തങ്ങളുടെ പ്രത്യയശാസ്ത്ര നിലപാടും ഉടമ്പടിയിൽ ചേർന്നില്ലെങ്കിൽ നേരിടേണ്ടി വരുന്ന സാമ്പത്തിക നയതന്ത്ര ഒറ്റപ്പെടലും പാകിസ്ഥാനെ ഇരുതല മൂർച്ചയുള്ള വാളിന്മേൽ നിർത്തിയിരിക്കുകയാണ്. പലസ്തീൻ വിഷയത്തിൽ വ്യക്തവും നീതിപൂർവവുമായൊരു പരിഹാരം ഉണ്ടാകാതെ അബ്രഹാം ഉടമ്പടിയുടെ ഭാഗമാകില്ലെന്ന കടുത്ത നിലപാടാണ് പാകിസ്ഥാൻ എക്കാലവും സ്വീകരിച്ചിരുന്നത്. കിഴക്കൻ ജെറുസലേം തലസ്ഥാനമായി 1967 അതിർത്തികൾ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു പരമാധികാര പലസ്തീൻ രാജ്യം സ്ഥാപിക്കണമെന്നത് പാകിസ്ഥാന്റെ അടിസ്ഥാന നയമായിരുന്നു. പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് വ്യക്തമാക്കിയതുപോലെ രാജ്യത്തിൻ്റെ അടിസ്ഥാന പ്രത്യയശാസ്ത്രങ്ങൾക്ക് വിരുദ്ധമായി യാതൊരു ഉടമ്പടിയിലും പാകിസ്ഥാൻ ഒപ്പുവെക്കില്ല എന്നതായിരുന്നു.